കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായി നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടുകൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. 94-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാമത് വാക്യം. നിയമത്തിന് വിരോധമായി കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനത്തിന് നിന്നോട് സഖ്യത ഉണ്ടാകും. അനുഗ്രഹീതമായൊരു വാക്യമാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ വായിപ്പാൻ തക്കവണ്ണം ഇടവരുന്നത്. 94-ാം സങ്കീർത്തനം ദൈവത്തിൻ്റെ ജനത്തിനു വേണ്ടി ദൈവം പ്രതികാരം ചെയ്യുന്ന ഒരു ഉള്ളടക്കമടങ്ങിയ ഒരു സങ്കീർത്തനമാണ് 94-ാമത്തെ സങ്കീർത്തനം. അതിനകത്ത് 20-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനം എന്നൊരു പ്രയോഗം നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. എന്താണ് അതിൻ്റെ അർത്ഥം? പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന കഷ്ടത, അവിടെ എടുത്തു പറയുന്നൊരു വാചകമുണ്ട്, നിയമത്തിന് വിരോധമായി കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനം. എന്താ നിയമത്തിന് വിരോധമായി എന്ന് പറയുന്നത്? ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിലെല്ലാം കഷ്ടതകളുണ്ട്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കഷ്ടത നിറഞ്ഞതാണ്. യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞ്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നത് പറഞ്ഞു. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിനകത്ത് എന്തെയും പഴിയും ആക്ഷേപവും പരിഹാസവും ഒക്കെ ഇതൊക്കെ കഷ്ടതകളാണ്. പക്ഷേ ഇതെല്ലാം ദൈവം നമുക്ക് അനുവദിച്ചതാണ്. അതിനകത്ത് ദൈവം ഒരു ജയം നമുക്ക് കൽപ്പിച്ചിട്ടുണ്ടെന്നാണ്, അല്ലേ? അങ്ങനെയെങ്കിൽ സ്തോത്രം. നിയമത്തിന് വിരോധമായുള്ള കഷ്ടത എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, ദൈവം അനുവദിച്ചു വന്ന കഷ്ടതകൾക്കകത്ത് നീക്കുപോക്കുന്നുണ്ട്, അതിനകത്ത് പരിഹാരമുണ്ട്. ആ കഷ്ടതകൾ നമ്മളെ പണിയുന്നതുമാണ്. സ്തോത്രം. ഒരു കഷ്ടതയും നമ്മളെ തകർക്കത്തില്ല. എന്നാൽ ദുഷ്ടസിംഹാസനം, ഇവിടെ പറയുന്ന കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനം, അതായത് പൈശാചിക മണ്ഡലങ്ങളിൽ നിന്ന് പൈശാചികനായി നിർമ്മിക്കപ്പെട്ടു വരുന്ന കഷ്ടതകളുണ്ട്. മന്ത്രവാദത്തിലൂടെയോ ആഭിചാരങ്ങളിലൂടെയോ മാനുഷിക തലങ്ങളിലൂടെയോ നമ്മളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ നമ്മുടെ ആത്മീക, ഭൗതിക, ജീവിത, ശാരീരിക മേഖലകൾ, നമ്മുടെ പ്രാണന് വിരോധമായിട്ടൊക്കെ ഉയർന്നു വരുന്ന ശത്രുമണ്ഡലങ്ങളുണ്ട്, അല്ലേ? അതൊക്കെ പലപ്പോഴും നമ്മളെ തകർക്കുവാൻ, അടിമുടി നമ്മളെ നശിപ്പിക്കുവാൻ തക്കവണ്ണം പദ്ധതിയിട്ട് വരുന്ന കഷ്ടതകളുണ്ട്. ഇതെല്ലാം പൈശാചിക മണ്ഡലങ്ങൾ നിർമ്മിക്കുന്നതാണ് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അതിനെയാണ് ഇവിടെ പറഞ്ഞത്, കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനം എന്നുള്ളൊരു പ്രയോഗം സങ്കീർത്തനക്കാരൻ കൊടുക്കാൻ കാരണം അതാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ദൈവം അതിനകത്ത് നമ്മളെ അനുകൂലിക്കുന്ന ദിവസങ്ങൾ തീരാൻ പോകുകയാണ്. പിശാച് ഇല്ലെങ്കിൽ പൈശാചിക സിംഹാസനങ്ങൾ നമുക്കെതിരെ കഷ്ടതകൾ അവൻ പടച്ചു വിട്ടാലും നിർമ്മിച്ചു വിട്ടാലും അതിനകത്ത് ദൈവം നമ്മളെ തകർക്കുവാൻ തക്കവണ്ണം വിട്ടുകൊടുക്കുന്ന ഒരു കർത്താവിനെ അല്ല നമ്മൾ സേവിക്കുന്നത്. പിശാച് അടങ്കം നമ്മളെ നശിപ്പിച്ച് കളയുവാൻ തക്കവണ്ണം പദ്ധതിയിട്ട് നമുക്കെതിരെ കയറി വന്നാലും ഒരു കാര്യം വിശ്വാസത്തോടെ നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ, നിശ്ചയമായി അതിനകത്ത് ദൈവം ചില ക്രിയകൾ വെളിപ്പെടുത്തി പൈശാചിക പദ്ധതികളെ ഉടച്ച് കർത്താവിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയാകും. ഗത്സമനയിൽ വെച്ച് യേശുവിനെ പൂർണ്ണമായി തകർക്കുക എന്നുള്ളതായിരുന്നു പൈശാചിക ലക്ഷ്യം. എന്നാൽ അതിനെ ദൈവം തകർത്തുകൊണ്ട് യേശു കർത്താവിന് ക്രൂശിൽ കയറ്റുവാനിട വന്നു. ക്രൂശിൽ കയറുക എന്നുള്ളത് ദൈവ പദ്ധതിയാണ്. കാര്യം ക്രൂശിൽ കയറിയെങ്കിലേ മനുഷ്യകുലത്തിൻ്റെ രക്ഷ സാധ്യമായി വരത്തുള്ളൂ. അപ്പോൾ പിശാച് ചിലത് നിർമ്മിച്ചു വിടും, പക്ഷേ അതിൻ്റെ നടുവിൽ നിന്ന് നമ്മെ രക്ഷിപ്പാൻ കഴിവുള്ള ഒരു ദൈവം ഉണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഒരു വാക്യം ഇങ്ങനെ പറയും, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കില്ല. അപ്പോൾ നമുക്കതിനെ ഉണ്ടാക്കുന്ന ആയുധങ്ങളുണ്ട് പിശാച്. അപ്പോൾ അങ്ങനെയുള്ള ആയുധങ്ങൾ എന്ത് ചെയ്യത്തില്ല, ഫലിക്കയില്ല എന്ന് പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, പിശാച് മനുഷ്യൻ പൈശാചിക പ്രവർത്തികളിലൂടെ വരപ്പെടുന്ന പിശാച് നിർമ്മിച്ചു വിടുന്ന കഷ്ടതകളെ ഇന്ന് പ്രഭാതത്തിൽ ദൈവം നീക്കം ചെയ്തുകൊണ്ട് ഒരു പുത്തൻ ജീവിതം, പുത്തൻ നന്മകൾ, പുത്തൻ വാഗ്ദത്തങ്ങളിലേക്ക് നമ്മളെ കടത്തിവിടുവാൻ ദൈവത്തിൻ്റെ ആത്മാവിന് പദ്ധതിയുണ്ട്. അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവ്, ഈ സന്ദേശത്തിനാണ് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയും അവിടെ ചിറകുകയും മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തും. എല്ലാ മഹത്വവും കർത്താവിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.